കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് ആണ് വിലയിരുത്തൽ. എം മുകേഷിനെ പിന്തുണച്ചതും മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും അവമതിപ്പുണ്ടാക്കിയെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനാണ് നീക്കം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നലെയാണ് നമ്മൾ കണ്ടത് ധാർഷ്ട്യത്തോടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള സുരേഷ് ഗോപിയുടെ പെരുമാറ്റം, അതിന്മേലൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇന്നലെ എം ടി രമേശിന്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് ശരിയായില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ മുകേഷിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട്, അത് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിന് ഭിന്നമാണ്. അവർ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തുമ്പോഴാണ് ഈ തരത്തിലേക്ക് മാധ്യമങ്ങളോട് മാധ്യമങ്ങളോട് തട്ടിക്കയറിക്കൊണ്ടുള്ള പ്രതികരണം. ഇത് കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള മറുചോദ്യം ചോദിക്കുന്നു. ക്ഷുഭിതനാകുന്നു ആ തരത്തിലേക്ക്. ഇപ്പോൾ എന്താണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം? അത് ദേശീയ നേതൃത്വത്തിലേക്ക് പരാതിയായി പോയാൽ എന്തെങ്കിലും കാര്യമായി അതിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ശ്രീകാന്ത്? ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്നതിലൂടെ അനുജ എന്തെങ്കിലും കടുത്ത നടപടിയല്ല സംസ്ഥാന ഘടകം പ്രതീക്ഷിക്കുന്നത്. പകരം ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിൽ കേന്ദ്രമന്ത്രിയെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യമായി അവർ ഉന്നയിക്കാൻ പോകുന്നത്. കാരണം ഒന്നുകിൽ സിനിമാ നടനാകുക, അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനാകുന്ന കേന്ദ്രമന്ത്രിയാവുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ കേന്ദ്രമന്ത്രി, ബി.ജെ.പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ വ്യക്തി അതിന് വിരുദ്ധമായ നിലപാടും പ്രസ്താവനയും ഇറക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രമന്ത്രിയെ പരസ്യമായി തള്ളിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നും അവർ പറയുന്നു. മുകേഷിനെ പിന്തുണച്ചതും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരായ തൃശ്ശൂരിലെ കയ്യേറ്റവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ കൃഷ്ണദാസ് പക്ഷവും തുണച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. സുരേഷ് ഗോപിക്കൊപ്പം നിന്നിരുന്ന ആളുകൾ കൂടിയാണ് ആ പക്ഷം. പക്ഷേ അവരും പരസ്യമായി അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും പരാതി പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. അതിൽ നടപടി എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതെ, അതിൽ തന്നെയാണ് എന്ത് പ്രതീക്ഷ വയ്ക്കണം എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത് ശ്രീകാന്ത്. കാരണം നമുക്കറിയാം അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഇങ്ങോട്ടേക്ക് എത്തിയത് ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് എന്നൊക്കെയുള്ളത്. പിന്നീട് വിജയത്തിന് ശേഷവും താനൊരു ബി.ജെ.പി ലേബലിൽ ജയിച്ചു എന്ന തരത്തിലേക്കൊന്നും ആയിരുന്നില്ല സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്നതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം എപ്പോഴും ബി.ജെ.പിയുമായി വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം, അത് പ്രത്യേകിച്ച് സംസ്ഥാനത്തിൽ നേതൃത്വവുമായി ഒരിക്കലും യോജിക്കാതെ മറ്റൊരു സമാന്തരമായി പോകുന്ന സുരേഷ് ഗോപിയെ തന്നെയല്ലേ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. അനുജ, അക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് മുൻപുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ഇല്ല ഇപ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹം വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ വാവിട്ട പ്രസ്താവനകൾ പല ഘട്ടങ്ങളിലും കേന്ദ്ര നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. കാരണം അവരിതൊന്നും തന്നെ അറിയാതിരിക്കുന്നില്ല. അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിന് മുൻപാകെ എത്തുന്നുമുണ്ട്. മുൻപ് അമിത്ഷായുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ സിനിമാഭിനയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്ന തരത്തിൽ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു അവസരം കൂടി പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് സംസ്ഥാന ഘടകം ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്ക് പറയുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഈ പാർട്ടി ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കേന്ദ്രമന്ത്രി തന്നെ അതിനെ തള്ളിപ്പറയുന്നത് പാർട്ടിയുടെ വളർച്ചയ്ക്ക്, നിലനിൽപ്പിന് തടസ്സമാകും എന്നവർ ബോധ്യപ്പെടുത്തും. ഇതിനോടകം ദേശീയ നേതൃത്വത്തിന് അതൃപ്തി സുരേഷ് ഗോപിക്കെതിരെ ഉണ്ട് എന്ന വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന ഘടകത്തിന് ഇത് ബോധ്യപ്പെടുത്തുക കുറച്ചുകൂടി എളുപ്പമാകും. ശരി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് മുകേഷിനെതിരായ നടപടി, നിലപാടിലൊക്കെ സുരേഷ് ഗോപിയുടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആ നിലപാട്, അതാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ അത്തരത്തിലേക്ക് പ്രതികരണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൽ ഈ കാര്യത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന നേതൃത്വമുള്ളത്. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിലും സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്.